ഇന്ന് വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ തിരികെ സ്കൂളുകളിലേക്ക് എത്തുകയാണ്. 2.5 ലക്ഷത്തോളം നവാഗതരാണ് 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു കണക്കുകൂട്ടൽ. വലിയ മാറ്റങ്ങളുമായാണ് പുതിയ അധ്യയന വർഷം കുട്ടികളെ കാത്തിരിക്കുന്നത്. എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ഗായത്രിയാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരാൻ വേണ്ടി പോകുന്നത്. പ്രവേശനോത്സവത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകളിലേക്കാണ്. ഗായത്രിയും കളർഫുൾ ആയിട്ട് തന്നെയാണ് രാവിലെ നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഗായത്രി, ഗുഡ് മോർണിംഗ്. രാവിലെ ഗായത്രിയും കളർഫുൾ ആണല്ലോ. ഇന്ന് ഈ നമ്മുടെ പ്രവേശനോത്സവം ആയതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് എത്തിയിരിക്കുന്നത്? അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ തിരികെ വേനൽ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് വരികയാണ്. കഴിഞ്ഞ ഒരു 2 മാസം യുദ്ധമായിരുന്നു പല വീടുകളിലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് മക്കളൊക്കെ തിരികെ സ്കൂളുകളിലേക്ക് എത്തുന്നു. ഒരുപാട് മാറ്റങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. പാഠപുസ്തകങ്ങളിലെ മാറ്റം, പുരോഗമന കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ വിദ്യാഭ്യാസ രീതികൾ മാറുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. മനു, ഇന്ന് കുട്ടികളുടെ ദിവസമല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ ഇന്ന് ചെത്തായി അല്ലെങ്കിൽ ആ ഒരു കളർഫുൾ ആയിട്ടായിരിക്കും സ്കൂളുകളിലേക്ക് എത്തുക. അതിൻ്റെ ഭാഗമായി കുട്ടിയായ ഞാനും ഇന്ന് ഇത്തിരി കളർഫുൾ ആയതാണ്. എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ 2.5 മാസത്തെ കാത്തിരിപ്പ് തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നെങ്കിൽ അതുപോലെ ദീർഘമായ ഒരു കാത്തിരിപ്പ് 2 മാസം കുട്ടികളും അതോടൊപ്പം രക്ഷകർത്താക്കളും നടത്തിയതിന് ശേഷമുള്ള ഒരു വലിയ ദിവസമാണ് ഇന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് രാവിലെ എന്തായാലും അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം, സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ സംവിധാനമാണ് എന്തായാലും ഈ ഒരു പ്രവേശനോത്സവത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 2000 പേർക്ക് ഇരിക്കാവുന്ന ഒരു വേദിയാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:30യോടുകൂടി കുട്ടികൾ എത്തിത്തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടികളെ നേരിട്ട് വരവേൽക്കുക വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരിക്കും. ആദ്യം കുട്ടികളെ അദ്ദേഹം ക്ലാസ് റൂമുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് കുട്ടികളെ അദ്ദേഹം തന്നെ കൊണ്ടുവരും. തുടർന്ന് മുഖ്യമന്ത്രിയാണ് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തുക. അത്തരത്തിൽ വളരെ വിപുലമായ രീതിയിൽ, വളരെ പ്രധാനമായ രീതിയിൽ ഈ ഒരു ചടങ്ങ് എന്തായാലും ഇവിടെ നടക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള സകലവിധ തയ്യാറെടുപ്പുകളും നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വേദിയിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വലിയ തയ്യാറെടുപ്പുകൾ ഈ ഒരു പ്രവേശന ഉത്സവത്തിന് നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ തച്ചുടച്ച് വാർത്തെടുക്കുന്ന രീതിയിൽ പുതിയ മാറ്റങ്ങളോടുകൂടിയാണ് ഈ വിദ്യാഭ്യാസ കാലം, ഈ വിദ്യാഭ്യാസ വർഷം ഇവിടെ വരവേൽക്കപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വിദ്യാഭ്യാസ വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രവേശനോത്സവത്തെ ഏതായാലും വ്യത്യസ്തമാക്കുന്നത്. വളരെ വലിയ മാറ്റങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതിനാണ്. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾക്കൊപ്പം അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും എങ്ങനെ ഒരു പഠന സമ്പ്രദായത്തിൽ, ഈ പഠന ജീവിതത്തിൽ എങ്ങനെ ഇടപെടണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പലതും പൂർണ്ണമായി പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് എന്തായാലും ഇന്ന് ഈ പ്രവേശനോത്സവത്തിന് ഇവിടെ അരങ്ങുണരുന്നത്. രാവിലെ 8:30 കുട്ടികൾ എത്തിച്ചേരുമ്പോൾ അതൊരു വലിയ ആഘോഷമായി തന്നെ മാറും. കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെയായി ഈ സംസ്ഥാനത്തുടനീളം ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. സംസ്ഥാനത്ത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം കുട്ടികളാണ് പുതിയതായി 1-ാം ക്ലാസ്സിലേക്ക് ഇവിടെ എന്തായാലും എത്തിച്ചേരുന്നത്. ഈ വർഷം 1-ാം ക്ലാസ്സിലേക്ക് 2.5 ലക്ഷത്തോളം കുട്ടികൾ എത്തിച്ചേരുന്നു. പുതിയതായി കുട്ടികൾ ഈ 1-ാം ക്ലാസ്സിലേക്കും മറ്റ് തലങ്ങളിലേക്കും പ്രൈമറി തലങ്ങളിലേക്കും അപ്പർ പ്രൈമറി തലങ്ങളിലേക്കും ഒക്കെ എത്തുമ്പോൾ അവർക്ക് വേണ്ടിയും ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ചർച്ചയാക്കപ്പെടുന്നതും ചർച്ചയാകുന്നതും എന്തായാലും ഈ പാഠപുസ്തക പരിഷ്കരണം തന്നെയാണ്. 1, 3, 5, 7 ക്ലാസ്സുകളിലെ പാഠപുസ്തകത്തിൽ വലിയ മാറ്റങ്ങൾ ഇത്തവണ വരുത്തിയിരിക്കുന്നു എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലടക്കം പൊതുമാധ്യമങ്ങളിലടക്കം വളരെ വലിയ ചർച്ചയാകുന്ന രീതിയിലൊരു മാറ്റം പാഠപുസ്തകങ്ങളിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ പാഠപുസ്തകങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമില്ലെങ്കിൽ അത് തന്നെയാണ് ഇന്ന് പുതിയ കുട്ടികളെ വാർത്തെടുക്കുമ്പോൾ, പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോൾ അവരെങ്ങനെ ഒരു പൗരനായി വളരണം, എന്തൊക്കെ മൂല്യങ്ങളുള്ള ഒരു പൗരനായി വളരണം എന്നുള്ളത് പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം, ഒരു സമൂഹത്തെ, നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനുള്ളൊരു മാറ്റം എന്തായാലും പാഠപുസ്തകങ്ങളിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു ചിത്രമുണ്ട്. അതായത് വീട്ടിലെ ഏറ്റവും വലിയ തൊഴിലിടം അടുക്കളയാണെന്ന് തന്നെ പറഞ്ഞു വെക്കുന്ന, അവിടെ ഒരു ജോലി ചെയ്യുന്നത് അച്ഛനും അമ്മയും, അവിടെ ആണും പെണ്ണും ഇല്ല, ലിംഗഭേദമില്ലാതെ എല്ലാത്തരം തൊഴിലിടങ്ങളിലും വീട്ടിലും പുറത്തുമുള്ള തൊഴിലിടങ്ങളിലും 2 പേർക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. 2 പേരും ഒരുപോലെ ജോലികളിൽ പങ്കാളികളാകണമെന്നുള്ള അടക്കമുള്ള ഒരു ചിത്രങ്ങളൊക്കെ പാഠപുസ്തകത്തിൻ്റെ ആദ്യ പ്രിന്റുകൾ പുറത്തു വന്നപ്പോൾ തന്നെ
നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ മാറ്റങ്ങൾ ഈ കണ്ട പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല എല്ലാ പാഠപുസ്തകങ്ങളിലും മാറ്റം വന്ന ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്ന, പുരോഗമനപരമായി ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു ചിത്രം ഇടത് സർക്കാർ വിഭാവനം ചെയ്യുന്ന പുതിയ തലമുറ, അല്ലെങ്കിൽ ഇടതിൻ്റെ ആശയങ്ങൾ അവ മുന്നോട്ട് വയ്ക്കുന്ന, സമൂഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയുള്ള, കുട്ടികളെ നല്ല പൗരന്മാരായി മനുഷ്യനെ മനസ്സിലാക്കുന്ന, മനുഷ്യനോട് സ്നേഹമുള്ള, പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ഉയർന്ന ശബ്ദമുള്ള, എപ്പോഴും പ്രതിസന്ധികൾ തളരാത്ത, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളോട് എങ്ങനെ ഇടപെടണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം പഠനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. മറ്റുള്ളവൻ്റെ വേദന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് കൂടിയാണ് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലുള്ള പുസ്തക വിഭാവനം നടന്നിരിക്കുന്നു. വളരെയധികം മാറ്റങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത്തരത്തിലൊരു ക്ലാസ് ലഭിച്ചു എന്നുള്ളതാണ്. കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നടക്കമുള്ള വിവരങ്ങൾ, ഈ പോക്സോ കേസുകൾ, സമൂഹത്തിനാകപ്പാടെ ഒരു മാറ്റം അല്ലെങ്കിൽ പുതിയ അറിവുകൾ പകരുന്ന രീതിയിലാണ് ഇത്തവണ നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിങ്ങനെ ഗായത്രി പറഞ്ഞപ്പോൾ ആ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം, മലയാള പാഠപുസ്തകത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. അടുക്കളയാണല്ലോ കാണിക്കുന്നത്. സാധാരണ അതൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. കാരണം ഈ ജോലികളൊക്കെ എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ ലിംഗഭേദ വ്യത്യാസങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കുടുംബത്തിൻ്റെ ഐക്യം കൂടിയാണ് ഉറപ്പിക്കപ്പെടുന്നത് എന്ന് കൂടി പറയണം. അതിനെക്കുറിച്ച് വലിയ തത്വമുണ്ട്, അല്ലെങ്കിൽ കഥയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്, വീട്ടിൽ അമ്മയോടോ അല്ലെങ്കിൽ സഹോദരിമാരോടോ ഒക്കെ ചോദിക്കുന്നതാണ്, എന്താണ് ഇതിന് മാത്രം പണി അടുക്കളയിൽ നിന്ന് നമ്മൾ ചോദിക്കാറില്ലേ? പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. പല വീടുകളിൽ മുഴങ്ങിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് മഹാനായ മാർക്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, കാൾ മാർക്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. കാണാപ്പണി എന്നാണ് അടുക്കള ജോലിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റും എന്ത് പണിയെന്ന്, പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ജോലികൾ അടുക്കളയിലുണ്ട്. അതാണ് ഏറ്റവും വലിയ ജോലിയെന്ന് കാൾ മാർക്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാണാപ്പണി എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരു ചരിത്രമൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് ഈ സന്ദേശങ്ങളൊക്കെ പകരണം. അതിനപ്പുറത്തേക്ക് പുരോഗമന മൂല്യങ്ങൾ, ഭരണഘടനയുടെ ആമുഖം വരുന്നു പാഠപുസ്തകങ്ങളിൽ, അക്ഷരമാല തിരിച്ചു വരുന്നു. അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ്. അതേ നേരത്തെ മനു സൂചിപ്പിച്ച 3ാം ക്ലാസ് ആ പാഠപുസ്തകത്തിൻ്റെ തലവാചകം, ഹെഡ്ലൈൻ എന്ന് പറയുന്നത് തന്നെ വീട്ടിലെ ഏറ്റവും വലിയ തൊഴിലിടമാണ് അടുക്കള എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്നത് ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ തൊഴിലെടുക്കുന്ന അമ്മമാരെ, അല്ലെങ്കിൽ വീട്ടിൽ തൊഴിലെടുക്കുന്ന അച്ഛന്മാരുടെ അവരുടെ ജോലിയാണ് വളരെ ഒന്നും തന്നെ ഇല്ല, അത് വെറും ജോലിയല്ലേ, വീട്ടുപണിയല്ലേ എന്നുള്ള രീതിയിൽ ഒരു തള്ളിക്കളയുന്ന രീതിയിൽ, ഒരു വില നൽകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വെറും ജോലിയല്ല, അതിന് മറ്റുള്ള ജോലികളെ പോലെ തന്നെ ഊർജ്ജവും ഒരു ഡെഡിക്കേഷനും അല്ലെങ്കിൽ നമ്മുടെ സമയവും അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടി വരുന്നു. അത് എല്ലാവർക്കും ഒരുപോലെ ആ ഒരു തൊഴിലിടങ്ങളിൽ പങ്കാളികളാകണം എന്നുള്ളൊരു സന്ദേശം കൂടി നൽകുന്ന രീതിയിൽ ആ ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു. എന്തായാലും ഉപരിപ്ലവമായ കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ ചർച്ചകളെ തള്ളിക്കളയുക എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ എന്തായാലും ഈ ഒരു മാറ്റത്തിലൂടെ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ആ ചിത്രത്തിൽ ഒരു ആൺകുട്ടി പാവയുമായി നടന്നു വരുന്ന ഒരു ദൃശ്യാവിഷ്കാരം കൂടിയുണ്ട്. എപ്പോഴും ജെൻഡർ റോളുകളിൽ കുട്ടികളെ ഒതുക്കിയിടുന്ന, പെൺകുട്ടികളാണെങ്കിൽ അത് പാവയുമായോ, ആൺകുട്ടികളാണെങ്കിൽ കാറും മറ്റ് തോക്കും ആയുധങ്ങളുമായൊക്കെ കളിക്കുന്ന രീതിയിലുള്ള ഒരു ജെൻഡറിന് മാത്രം ചേരുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹിക കാപട്യങ്ങളെയൊക്കെ പൊളിച്ചെറിയുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണം തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ എന്തായാലും ആ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സിലാകും. ഒപ്പം തന്നെ ഭരണഘടന, പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും അവസാനത്തെ പേജിലാണെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഒരു പാഠമായി തന്നെ പഠിക്കാനെത്തുന്നു, ആദ്യം തന്നെ എത്തുന്നു എന്നൊരു പ്രത്യേകതയും അതിനൊപ്പം തന്നെയുണ്ട്. കുട്ടികളുടെ അവകാശബോധം, എന്തൊക്കെയാണ് തങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പോർഷൻ കൂടി എന്തായാലും കുട്ടികൾക്ക് വേണ്ടി ഇപ്രാവശ്യം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സമുചിതമായ മാറ്റം, വളരെയേറെക്കാലമായി നമ്മൾ കാത്തിരുന്ന മാറ്റം എന്ന് തന്നെ എന്തായാലും ഇത്തവണത്തെ ഈ പാഠപുസ്തകത്തിലെ മാറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ വളരെ വലിയ മാറ്റം, ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ, അതിൽ ഏറ്റവും സമൂഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമാകുന്നത് വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ പുതിയ തലമുറയാണെന്ന് പറയും. ആ പുതിയ തലമുറയെ ഒരു പുതിയ ലോകത്തേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് ഇത്തവണത്തെ മാറിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് എന്തായാലും വ്യക്തമാണ്. അത്തരത്തിൽ അധ്യാപകർക്കും എങ്ങനെ കുട്ടികളോട് പെരുമാറണമെന്നുള്ള ഒരു പഠനം നൽകിയിട്ടുണ്ട്. ഈ പോക്സോ കേസുകൾ അടക്കം ഈ സമൂഹത്തിൽ കൂടുന്നൊരു സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെയാണ് നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട നല്ല ഇടപെടലുകൾ, കുട്ടികൾക്ക് എന്തെങ്കിലും
കാര്യങ്ങൾ അധ്യാപകരോട് ഒരു മറയുമില്ലാതെ പേടിയുമില്ലാതെ തുറന്നു പറയാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ കുട്ടികളോട് പെരുമാറണം, എങ്ങനെ കുട്ടികളോട് സംസാരിക്കണമെന്ന് അധ്യാപകർക്ക് ക്ലാസ്സുകൾ നൽകുന്ന, ഒപ്പം തന്നെ ഈ വീട്ടുകാർക്കും അല്ലെങ്കിൽ പാരന്റ്സിനും അച്ഛനും അമ്മമാർക്കും കുട്ടികളോട് പെരുമാറണം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പറയുന്നുണ്ട്, ഗായത്രിയിൽ പതിവില്ലാത്ത ഒരു ആവേശം കാണാൻ കഴിയുന്നുണ്ട്, ആകെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. ഈ സ്കൂളിൽ ചെന്നപ്പോൾ ഒന്നുകൂടി അവിടെ കയറിയിരുന്ന് പഠിക്കാൻ തോന്നുന്നുണ്ടോ? എല്ലാം സെറ്റല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ അങ്ങോട്ട് വരാൻ. മനു, ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ഒരു ക്ലാസ്സിലെ നല്ല കുട്ടിയായിരുന്നു. എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കും. ക്ലാസ്സിൽ കയറാതെ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലാസ്സിന് പഠനം ഒഴികെയുള്ള സകല പരിപാടികളിലും ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഈ പഠിക്കാതെ മാർക്ക് വാങ്ങുന്ന ആ കുട്ടികളുടെ ലിസ്റ്റിൽ എന്തായാലും ഞാനുണ്ടായിരുന്നു. അത് കാരണം അധ്യാപകരെ ഇങ്ങനെ തല്ലിത്തെറിച്ച് നടന്നിരുന്നെങ്കിലും വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോയിരുന്നത് ഈ ക്ലാസ്സിൽ കയറാതെ മാർക്ക് വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഒരു ആവേശവും ഓർമ്മകളും ഒക്കെ എന്തായാലും ഇപ്പോൾ ഈ സ്കൂളിൽ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഈ സ്കൂളിലൊക്കെ തിരികെ എത്തുമ്പോൾ എന്തായാലും പഴയ ഓർമ്മകളൊക്കെ തന്നെ എന്തായാലും തികട്ടി വരുന്നുണ്ട്. എന്തായാലും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്ന് വീണ്ടും ഈ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്കൂളിലേക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ദിവസം എത്തിച്ചേരുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും എനിക്കും ഉണ്ട് എന്ന് തന്നെ വേണം പറയേണ്ടി വരും.